Hello friends, നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ Nexon EV Max ഉണ്ട്. EV Max വെച്ചിട്ടുള്ള ഒരു ഓൾ കേരള ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം ഓൾ കേരള ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടും ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻസിൻ്റെ അഭാവം നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു, ഒരു കഴിഞ്ഞ വർഷം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനാണെങ്കിലും ഒരു ഇലക്ട്രിക് കാർ വെച്ചിട്ട് ഓൾ കേരള ഡ്രൈവ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം ചാർജിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ കേരള ലെവലിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ പേരാണ് ZEON. അപ്പോൾ ZEOണിന് ഇപ്പോൾ ഏകദേശം 23ഓളം ചാർജിങ് സ്പോട്ടുകൾ കേരളത്തിലുണ്ട് നിലവിൽ. ഇനി ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുമുണ്ട്. ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടൂരാണ്. അടൂർ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അടുത്തുള്ള വൈറ്റ് പോർട്ടിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. 24 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ നെക്സോൺ EV Max ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു പിസ്സ ഹട്ടും അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ ഒരു ഹോട്ടൽ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇവർ ZEON ടീം എല്ലാ ചാർജിങ് സ്റ്റേഷൻസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് കൂടിയാണ് ഈ ഒരു അടൂരിലെ ഫസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനടുത്തുള്ള വൈറ്റ് ഫോർട്ടിക്കോ. പത്തനംതിട്ട ജില്ലയിലുള്ള ഉദിമൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ZEOണിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. 24 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണിത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പുനലൂർ ടു മൂവാറ്റുപുഴ ഹൈവേയോട് ചേർന്ന് ഉദിമൂട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അതായത് ഇതിൻ്റെ തൊട്ടടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗവിയുണ്ട്, ഒരുപാട് ഡാംസ് വരുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാം ശബരിമല ഇവിടെ അടുത്താണ്. അപ്പം അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണിത്. അതായത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രം. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ZEOണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് സോളാർ പാനൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഫുള്ളും ഈ ഷീറ്റിന് മുകളിൽ സോളാർ പാനൽസ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രില്യൻ്റ് ഐഡിയക്ക് പുറകിൽ ബോബി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഓണറാണ്. അദ്ദേഹം സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഐഡിയയുടെ പുറത്ത് വന്നിട്ടുള്ളൊരു ഡ്രീം പ്രൊജക്റ്റ് കൂടിയാണിത്. അപ്പം ഇവിടെ ഈ ഒരു ZEOണിൻ്റെ ചാർജിങ് സ്റ്റേഷനോടൊപ്പം തന്നെ ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ആളുകൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു ബിൽഡിംഗ് ഒന്ന് നോക്കി, താഴെ ഭാഗത്ത് നമുക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കോഫി ടീ ഷോപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. റെസ്റ്റ് റൂംസ് യൂസ് ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 റെസ്റ്റ് റൂംസ് ഉണ്ട് ഇതിൽ, ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുകളിലായിട്ട് കണ്ടില്ലേ ഒരു റൂമുണ്ട്. ഒരു ഫാമിലിക്ക് തങ്ങാൻ വേണ്ടി ഇപ്പോൾ ഒരു രാത്രിയൊക്കെ ലേറ്റായിട്ട് വന്ന് ഒന്ന് ഉറങ്ങണം അങ്ങനെയുള്ള ഫെസിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് ഒരു റൂമിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ്സും ഇതിൻ്റെ ഓണേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒന്ന് നോക്കിയേ, ഇതിൻ്റെ ഒരു സ്പേസും അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറക്കണ്ട, ZEOണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ 24 വാട്ടിൻ്റെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോട്ടയത്തുനിന്ന് തിരുവനന്തപുരം പോകുന്ന സമയത്ത് നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് എവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പം ഇപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ZEOണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് അടൂരാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഈ ഒരു ZEOണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കാന്താരി റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണ്. 24 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് നമ്പറൊക്കെ നമുക്കിവിടെ ഇവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ടു കോട്ടയം ബൈപ്പാസിലാണ്. ബൈപ്പാസ് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്ഥലപ്പേര് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കാന്താരി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ അല്ല. ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ഇത് സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10 മണി സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷന് വേണ്ടി ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഈ ഒരു സ്ഥലം മനസ്സിലായോ? കോട്ടയംകാർക്കല്ല അല്ലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് വിൻസർ കാസിൽ. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിപ്പോൾ ഉള്ളത്. അപ്പം നമ്മുടെ കൂടെ ടാറ്റ നെക്സോൺ EV Max ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചാർജിങ് സ്റ്റേഷൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ZEOണിൻ്റെ 24 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അപ്പം വന്നപ്പോൾ തന്നെ കണക്ട് ചെയ്തിട്ടു. വളരെ കാമായിട്ട് നല്ല ഒരു വെയിലൊന്നും അടിക്കാത്തൊരു സ്ഥലമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ കോടിമതയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ചാർജിങ് യൂണിറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും വിൻസർ കാസിൽ 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒന്ന് മെയിനായിട്ടും ഹോട്ടലിൻ്റേതായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കൂടാതെ ഇവരുടെ തന്നെ ഒരു ചെറിയൊരു ബാക്ക് സൈഡിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഏരിയ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതൊരു 2 മണിക്ക് ശേഷം മാത്രം ചെറിയൊരു ദ്വീപ് സെറ്റപ്പാണ്.
അപ്പോൾ അത് 2 മണിക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സ്പേസും ഇവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ നെക്സോൺ EV മാക്സ് കൊണ്ട് ആലപ്പുഴ ജില്ലയിലെ കൊമ്മാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാസിയ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണ് ഇവിടുത്തെ സിയോന്റെ 50 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പം കണക്ട് ചെയ്തിട്ട് നേരെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. നല്ല കിടിലൻ ഒരു ഫിഷ് വെറൈറ്റീസ് ഒക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന വരവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ടൗണിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ മാറിയായിട്ടാണ് നിൽക്കുന്നത്. മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുനിന്ന് ബീച്ച് സൈഡ് വഴിയുള്ള ഹൈവേ എൻഡ് ചെയ്യുന്ന ആ സ്ഥലത്തുനിന്ന് കുറച്ചൊരു 100-200 മീറ്റർ മാറി ഫ്രണ്ടിലായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റ ചാർജിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് 50 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്. കൊച്ചിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ലൊക്കേഷൻ ഗ്രാൻഡ് മാൾ കൊച്ചിയാണ്, ഇടപ്പള്ളിയിലുള്ള. അപ്പോൾ നമ്മുടെ കൂടെ EV മാക്സ് ഉണ്ട്. EV മാക്സ് നമ്മുടെ സിയോന്റെ ചാർജ് സെന്ററിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ചാർജ് സെന്റർ എന്ന് പറയുന്നത് 50 കിലോവാട്ടിന്റെ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ അതിൽ AC ചാർജറുണ്ട്, അതുപോലെ 50 കിലോവാട്ടിന്റെ ചാർജറുണ്ട്, അതുപോലെ തന്നെ കാഡമോ ചാർജറുണ്ട്. ഇത് കൂടാതെ ഇവിടെ തന്നെ ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ ഒരു 24 കിലോവാട്ടിൻ്റെ ചാർജർ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ 24/7 അവൈലബിൾ ആണ്. പക്ഷേ താഴെ ബേസ്മെൻറ്റിലുള്ളത് ഏകദേശം ഈ നമ്മുടെ ഈ ഒരു മാള് രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഉണ്ട്. ആ ഒരു സമയം മാത്രമായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെഹിക്കിൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് ചാർജിങ്ങിൽ ഇട്ടിട്ട് നേരെ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഡ്രസ്സുകളും അല്ലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാളിലുണ്ടല്ലോ, അറിയാമല്ലോ, പറയേണ്ട കാര്യമല്ലോ. അപ്പോൾ പോവാം. ഇപ്പോൾ നമ്മൾ നെക്സോൺ EV മാക്സുമായിട്ട് എത്തിയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് തന്നെയുള്ള മറ്റൊരു സിയോന്റെ ചാർജിങ് സ്റ്റേഷനിലാണ്. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് പാടിവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അവിടെയുള്ള ഗോകുൽ ഊട്ടുപുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലെ പാർക്കിങ്ങിലാണ് ഈ ഒരു സിയോന്റെ 24 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ഫാസ്റ്റ് ചാർജ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഫുൾ ചാർജ് ആവും. അപ്പോൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EV മാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ അങ്കമാലി എടുത്തിട്ടുള്ള കറുകുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ സിയോന്റെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മുടെ ആലുവ കഴിഞ്ഞിട്ട് അങ്കമാലി ടു നമ്മുടെ തൃശ്ശൂർ റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും, അതായത് അങ്കമാലിയിൽ നിന്ന് കറക്റ്റ് പറഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും കറുകുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ ഹോട്ടൽ മാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനാണ് ഈ കാണുന്നത്. സിയോന്റെ 24 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ്. ഇപ്പോൾ നമുക്കിവിടെ വേറൊരു നെക്സോൺ EV മാക്സ് ചാർജിങ്ങിലാണ്. ഇപ്പോൾ ഏകദേശം 97% ആയിട്ടുണ്ട്. അപ്പോൾ എന്നായാലും ഇതിനുശേഷം നമ്മുടെ വെഹിക്കിൾ ചാർജിന് ഇട്ടിട്ട് നേരെ നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വട്ടം ടിഗോർ EV കൊണ്ട് വന്നപ്പോഴും ഇവിടെ തന്നെയാണ് ചാർജിന് ഇട്ടത്. ഏകദേശം 1 മണിക്കൂർ എടുത്തുകൊണ്ട് ഫുൾ ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ ചാർജിങ് ഓപ്ഷനിൽ ഇട്ടിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വണ്ടി എടുത്തിട്ട് കൂളായിട്ട് എടുത്തിട്ട് പോവുക ചെയ്തത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട, ആലുവയ്ക്ക് എടുത്തിട്ട് കറുകുറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്ന ചാർജിങ് സ്റ്റേഷൻസ് കണ്ടോ, ഇത് സിയോന്റെ തൃശ്ശൂരുള്ള ചാർജിങ് സ്പേസ് ആണ്. അതായത് 2 ചാർജിങ് യൂണിറ്റ് ഇവിടെ ഉണ്ട്. അറ്റ് എ ടൈം 2 വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതും 24 കിലോവാട്ടിന്റെ ചാർജേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ആനന്ദഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് സ്പേസ് ആണിത്. അപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് എറണാകുളം ഹൈവേ ആണ്. അപ്പോൾ അതിനോട് ഈ ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു സ്പേസിൽ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ എത്തിയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാളാണ്. എടപ്പാളിലുള്ളൊരു മോളിലാണ്, എമിറേറ്റ്സ് മോൾ. അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ സിയോന്റെ ചാർജിങ് പോർട്ട് കാണാം. 24 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചി ടു കാലിക്കറ്റ് റോഡിലാണ് വരുന്നത്. മെയിനായിട്ടും എടപ്പാൾ തന്നെയാണ് ഈ ഒരു മോൾ ഉള്ളത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എമിറേറ്റ്സ് മാളിൻ്റെ GM ഉണ്ട്, നസീം സാർ. ഹായ് സാർ. ഇപ്പം ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ വെച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഡെയിലി അടുത്ത് നമ്മുടെ എമിറേറ്റ്സ് മാളിലുള്ളൂ ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. കാലിക്കറ്റ്, കൊച്ചിൻ കാലിക്കറ്റ് റോഡാണിത്. ഏറ്റവും എളുപ്പം കസ്റ്റമർക്ക് വന്നു ചേരാൻ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലമാണിത്.
അതുപോലെ നമ്മുടെ ഫുഡ് കോർട്ട്, പിന്നെ ഫൺ സോണ്, അതുപോലെ ബ്രാൻഡഡ് ഷോറൂമുകൾ ഇവിടെ ഉണ്ട്. മാക്സ്, അതുപോലെ റിലയൻസ്, ട്രെൻഡ്സ്, അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. ഒരു കൊടക്കയിൽ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ കൊച്ചി ടു കാലിക്കറ്റ് റോഡാണ്, എടപ്പാളാണ് ലൊക്കേഷൻ, എമിറേറ്റ്സ് മാള്. അപ്പം നമുക്ക് ചാർജിങ് ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാളിൽ പോയിട്ട് അവിടെ മാളിൽ വേണ്ട എല്ലാ ഷോപ്പിംഗ് ഫെസിലിറ്റിയും ഫുഡ് ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചായ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? അതെ, 51 വെറൈറ്റീസ് ഓഫ് ചായ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ക്ലബ് സുലൈമാനി. കോട്ടയ്ക്കൽ അടുത്തുള്ളൊരു സ്ഥലമാണ്. നേരെ നമ്മുടെ തൃശ്ശൂർ ടു കോഴിക്കോട് പോകുന്ന റൂട്ടിൽ നമ്മുടെ നെക്സോൺ EV മാക്സ് സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഒരു ക്ലബ് സുലൈമാനിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു, നേരെ ഒരു ചായ ഓർഡർ ചെയ്തു. നല്ലൊരു ഉഷാർ ചായയാണ്. ഇതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത്, ഇവിടെ ഫുഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിയോണിൻ്റെ ചാർജ് സ്റ്റേഷനും റിലേറ്റഡ് ടു ഒന്നെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ മാൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. 24 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനാണിത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ളൊരു യൂണിറ്റാണിത്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, തൃശ്ശൂർ ടു കോഴിക്കോട് കോട്ടയ്ക്കൽ അടുത്താണ് ഈ ഒരു ക്ലബ് സുലൈമാനിയും അതുപോലെ തന്നെ സിയോണിൻ്റെ ചാർജിങ് സ്റ്റേഷനും ഉള്ളത്. നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയേക്കുവാണ്. നമ്മുടെ നെക്സോൺ EV മാക്സ് ഇവിടെ സിയോണിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹൈലൈറ്റ് മാളാണ്. കോഴിക്കോട്ടുകാർക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ. കോഴിക്കോട് ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ മാളാണിത്. അപ്പോൾ ഇവിടെയുള്ളൊരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് AC ചാർജറുണ്ട്, അതുപോലെ തന്നെ 50 കിലോവാട്ടിൻ്റെ ചാർജറുണ്ട്, അതുപോലെ തന്നെ കാഡമോ എന്ന് പറഞ്ഞിട്ടുള്ള ചാർജറുണ്ട്. അപ്പോൾ ഈ കാഡമോ നമുക്കധികം ആവശ്യമില്ല, ഫോറിൻ കാസിനൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഫാസ്റ്റ് ചാർജിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ 2 ചാർജറൂടെ ഇവിടുത്തെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലേക്ക് വരുന്നു. അതിപ്പോൾ ഫെബ്രുവരി 1st വീക്കോട് കൂടി അതെന്തായാലും റണ്ണായി തുടങ്ങുന്നതാണ്. ഞാൻ എന്തായാലും വെഹിക്കിൾ ഇപ്പം ഓട്ടോ ചാർജിങ് ആ ഒരു ഫംഗ്ഷൻ ത്രൂ കണക്ട് ചെയ്തിട്ട് ചാർജിങ്ങിന് ഇട്ടേക്കുവാണ്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ ഇത് ഫുൾ ചാർജ് ആവും. അപ്പോൾ എന്തായാലും ആ ഒരു സമയം വരെ ഞാൻ ജസ്റ്റ് മോളൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരാം. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു കസ്റ്റമറെ കണ്ടു. നെക്സോൺ EV ഉണ്ട്, അതുപോലെ തന്നെ സിയോൺ ആണോ യൂസ് ചെയ്യുന്നത്? യൂസ് ചെയ്യാറുണ്ട്. കിട്ടുന്നത് അത് നമ്മൾ ചൂസ് ചെയ്യും. അതെ, സിയോണിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഓവറോൾ? കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പണി കിട്ടിയിട്ടില്ല. എല്ലായിടത്തും നമുക്ക് നല്ല റെസ്പോൺസ് തന്നെയാണ്. കസ്റ്റമർ സർവീസ് എല്ലാം റെസ്പോൺസ് ആയിരുന്നു. ഒരു 2 ദിവസം മുമ്പ് എനിക്കൊരു ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് പോയിട്ട് കണക്ട് ചെയ്താൽ മതി, ബാക്കി തനിയെ അവർ തന്നെ അത് കംപ്ലീറ്റ് ഫുൾ ആക്കി തന്നു. അതിന് അവർ പേയ്മെന്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ട് അങ്ങനെ ചില ടൈമിൽ അങ്ങനെ ഓഫറൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ ഓട്ടോ കണക്റ്റിംഗ് ഫീച്ചർ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ? അതായത് നമ്മള് RFID വെച്ചിട്ടുള്ള അല്ല, ഇപ്പൊ പുതിയൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ചാർജർ എടുത്ത് കണക്ട് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ആവും വിത്തിൻ സെക്കൻഡ്സ്. ഇപ്പൊ അത് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു ഫീച്ചർ അങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ RFID അല്ല, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ നെക്സോൺ EV മാക്സ് അല്ല, EV ആണ് അല്ലേ? എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ്? ഉഷാറാണ്. അതായത് നമ്മളൊരു നല്ലൊരു ലക്ഷറി വണ്ടി യൂസ് ചെയ്യുന്ന അതേ ഒരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ലാഗ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിയാസ് ആയിരുന്നു. അപ്പൊ അത് നല്ല ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ഇതിലേക്ക് മാറിയപ്പോൾ ഒരു 35,000 കിലോമീറ്റർ ഓടിപ്പോ. 1 ഇയർ ആയിട്ടില്ല, 10 മന്ത് ആയിട്ട്. നല്ല ഓട്ടോ ഉണ്ട്, നല്ല ലാഭമുണ്ടല്ലേ? ലാഭമാണ്. നമ്മളിപ്പോ ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 3.5 ലാഖിന്റെ ഒരു ഫ്യൂവല് നമ്മൾ അടിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരു 50,000 നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലും ഇതുപോലെ ചാർജ് ഫാസ്റ്റ് ചാർജിങ് എല്ലാം കൂടി വന്നിട്ടുണ്ട്. ഓവറോൾ എന്തെങ്കിലും സജഷനോ അല്ലെ കംഫർട്ട് ലോങ് യാത്ര പോകാറുണ്ടോ? ഞാൻ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്. തിരൂർ ടു ബാംഗ്ലൂർ പോയിട്ടുണ്ട്. പ്ലാൻഡ് ആക്കി പോയിട്ടുണ്ട്. ബേസ്ഡ് ഔട്ട് ഓഫ് കാലിക്കറ്റാ? അല്ല, തിരൂരാണ്. തിരൂരാണ്. ഓവറോൾ ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.